ഈ +2 ഓണപ്പരീക്ഷയിൽ ഓരോ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് നേടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എക്സാമിന് ഉണ്ടായിരിക്കുക എന്നും ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഈ ഓണപ്പരീക്ഷയ്ക്ക് എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതുമാണ്. അതായത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓണപ്പരീക്ഷയ്ക്കുള്ള വെയിറ്റേജ് ആണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇതുവരെ പഠിച്ചവർക്കും ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്കും റിവിഷനിലിരിക്കുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, കെമിസ്ട്രിയുടെ കാര്യം പറയുവാനായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഈ കെമിസ്ട്രിയിൽ നമുക്ക് 4 ചാപ്റ്ററാണ് ഈ ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എങ്കിൽ പോലും തന്നെ ജനറലായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഓണപ്പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്ന ആ പാറ്റേൺ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഒരു ആവറേജ് ലെവലുള്ള ഒരു വെയിറ്റേജും മാർക്കും മറ്റു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെയാണ് ഞാനിവിടെ പറയുന്നത്. ഇതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് ഫോളോ ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ പറയുന്നത്. ഏകദേശം ഈ റേഞ്ചിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ചാപ്റ്റേഴ്സ് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സാണ് നമ്മുടെ എക്സാമിനുള്ളത്. സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, അതുപോലെ തന്നെ D&F ബ്ലോക്ക് എലമെൻറ്റ്സ്. D&F ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ആകെ 10 ചാപ്റ്ററാണ് നമുക്ക് +2 പഠിക്കാനുള്ളത്. ആദ്യത്തെ 4 ചാപ്റ്റർ എന്ന് പറയുന്നത് ഓണപ്പരീക്ഷയ്ക്കും അതിനുശേഷം വരുന്ന 4 ചാപ്റ്റർ അടക്കമുള്ള ടോട്ടലായിട്ടുള്ള 8 ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിനും അതിനുശേഷമുള്ള 2 ചാപ്റ്റർ അടക്കമുള്ള മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒന്ന് നോക്കുക. നമ്മുടെ ഈ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്ക് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. നോക്കിയാൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മാത്രം 21 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് എങ്ങനെയൊക്കെയാണ് നോക്കിയോളൂ. 1 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം ഉണ്ടായേക്കാം. ഓക്കെ, അത് ഞാനിപ്പോൾ മുൻകൂട്ടി തന്നെ പറയുകയാണ്. സാറല്ലേ പറഞ്ഞത് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 1 മാർക്കിന് ഒരു ചോദ്യമേ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല. ടീച്ചേഴ്സ് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഓരോ സ്കൂളിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഇതിന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചില ടീച്ചേഴ്സ് ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തേക്കാം. എങ്കിലും മനസ്സിലാക്കേണ്ടത് മാക്സിമം മാർക്ക് എത്രയാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുക, ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും 2 മാർക്കിൻ്റെ 3 ചോദ്യവും 3 മാർക്കിൻ്റെ 2 ചോദ്യവും 4 മാർക്കിൻ്റെ 2 ചോദ്യവുമായിട്ട് അങ്ങനെ 21 മാർക്കാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടുതലായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ നിന്നും നമുക്ക് 21 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക. അതിലും ഇതേപോലെ തന്നെ 1 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 2 മാർക്കിൻ്റെ 3 ചോദ്യവും 3 മാർക്കിൻ്റെ 3 ചോദ്യവും 4 മാർക്കിൻ്റെ 1 ചോദ്യവുമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് എടുക്കുകയാണെങ്കിലും അതിനുശേഷമുള്ള D&F ബ്ലോക്ക് എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിലും 18 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയട്ടെ, 1 മാർക്കിൻ്റെ ഓരോരോ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 1 മാർക്കിൻ്റെ എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 2 മാർക്കിൻ്റെ എത്ര ചോദ്യം, 3 മാർക്കിൻ്റെ എത്ര ചോദ്യം, 4 മാർക്കിൻ്റെ എത്ര ചോദ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 78 മാർക്കായിരിക്കും. 60 മാർക്കല്ലേ സാർ എക്സാമിനുള്ളൂ. ഓവർ ക്വസ്റ്റ്യൻ അടക്കം 78 മാർക്കിനാണ് ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കുക. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഇരുന്നത് കൊണ്ട് ആ 78 എന്നത് കൃത്യമായി പാലിക്കണമെന്നില്ല. മുഴുവനും 60 മാർക്കിന് മാത്രമായിട്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം, ഓവർ ക്വസ്റ്റ്യൻ ഇല്ലാതെ. അഥവാ ഓവർ ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 78 മാർക്കിനാണ് ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഓരോ ചാപ്റ്ററും പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുക. ഈ 4 ചാപ്റ്ററും ഈ ഓണപ്പരീക്ഷയ്ക്ക് തന്നെ മുഴുവനും പഠിച്ച് സെറ്റാക്കി എന്ന് ഉറപ്പ് വരുത്തുക. ക്രിസ്മസ് എക്സാം വളരെ ഈസി ആയിരിക്കും. അതിനുശേഷമുള്ള മോഡൽ എക്സാം എല്ലാം വളരെ ഈസി ആയിരിക്കും. കാരണം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെയായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ വരുന്നത്. പ്രാക്ടിക്കലിൻ്റെ മോഡലും വരുന്നുണ്ട്, പബ്ലിക്കും വരുന്നുണ്ട്. ആ സമയങ്ങളൊന്നും ഈ ചാപ്റ്റർക്ക് ഇന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം +2 കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന വൻ കടമ്പ നമുക്ക് കടക്കേണ്ടതുണ്ട്. ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ ആ ഓർഗാനിക് കെമിസ്ട്രിയിൽ മാത്രം വട്ടം ചുറ്റിയിരിക്കുന്ന സമയങ്ങളിൽ ഇത് പഠിക്കാനായിട്ടുള്ള സമയം ഒട്ടും ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് ഈ ഓണപ്പരീക്ഷയ്ക്ക് ഇത് പഠിച്ച് സെറ്റാക്കി വെച്ചവർ ഇതിൽ നിന്നും ഇത്രയും മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് റിയാക്ഷൻസ് മാത്രം സെറ്റാക്കിയിട്ട് പോയാൽ +2 കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ലാബും ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ഓണം എക്സാമിനോടെ മുഴുവൻ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഓണപ്പരീക്ഷയ്ക്ക് എല്ലാവരും ഫുൾ മാർക്ക് നേടുക. നിങ്ങൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഈ ഓണപ്പരീക്ഷ നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുക മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഓരോ സ്കൂളിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പോലും +2 കെമിസ്ട്രിയിൽ മുഴുവൻ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കിഡിലനായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും ടൈം ടേബിളും ക്ലാസ്സുകളും റിവിഷൻസും എല്ലാം വരുന്നുണ്ട്. ഇതിനുശേഷം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ പാഠഭാഗങ്ങളാണ് എക്സാമിന് ഉണ്ടായിരിക്കുക, ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക്സാണ് ഞങ്ങൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സ് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വരുന്നതായിരിക്കും. ഓക്കെ.